ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. മണ്ടന്മാരായ മിടുക്കന്മാരും മിടുക്കന്മാരായ മണ്ടന്മാരും. Fools who are wise and wise who are fools. ബൈ സണ്ണി തോമസ്, പുതുപ്പള്ളി, മുപ്പിരിച്ചരൽ. അടുത്തയിടെ കേട്ട് മണ്ടന്മാരായ മിടുക്കന്മാരും മിടുക്കന്മാരായ മണ്ടന്മാരും എന്ന തലക്കെട്ട് രസകരവും അർത്ഥവത്തുമായി തോന്നി. മിടുക്കന്മാർ എന്നു സ്വയം കരുതുന്ന നമ്മുടെ സംസ്ഥാനത്തിന് പറ്റിയ മണ്ടത്തരവും മണ്ടന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അയൽ സംസ്ഥാനം കാട്ടിയ മിടുക്കും ആയിരുന്നു പ്രതിപാദ്യ വിഷയം. 50 വർഷത്തിൽ കൂടുതൽ ആയുസ്സില്ലാത്ത അണക്കെട്ടിന് 999 വർഷം നീളുന്ന പാട്ടക്കരാർ തരപ്പെടുത്തിയ സംഭവത്തോടുകൂടിയാണ് മണ്ടന്മാർ മിടുക്കന്മാരായതും മിടുക്കന്മാർ മണ്ടന്മാരായതും. ചെറുപ്പകാലങ്ങളിൽ മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ മിടുക്കൻ മിടുക്കി എന്നൊരു സംബോധന കേൾക്കുവാൻ നാമൊക്കെ എത്ര കൊതിച്ചിട്ടുണ്ട്. ആരാണ് മിടുക്കൻ, ബുദ്ധിമാൻ, വയസ്സി? ആരാണ് മണ്ടൻ, മൂടൻ, ഫൂൾ? മിടുക്കു കാട്ടുന്നവല്ലേ മിടുക്കൻ, മണ്ടത്തരം കാണിക്കുന്നവല്ലേ മണ്ടൻ. പിന്നെ മിടുക്കന് മണ്ടത്തരം കാട്ടി എന്ന് പറയുന്നതും മണ്ടൻ മിടുക്ക് കാട്ടി എന്ന് പറയുന്നതും വിരോധാഭാസമല്ലേ? മിടുക്കൻ എല്ലായ്പ്പോഴും മിടുക്കനായിരിക്കുമോ? മണ്ടൻ എല്ലായ്പ്പോഴും മണ്ടനായി പോകുമോ? മണ്ടൻ മിടുക്കനാകുന്നതെപ്പോൾ? മിടുക്കന് മണ്ടനാകുന്നതെപ്പോൾ? മിടുക്കന്മാർ മണ്ടന്മാരും മണ്ടന്മാർ മിടുക്കന്മാരുമായ കഥകൾ ബൈബിളിൽ തന്നെ ധാരാളം ഉണ്ട്. മിടുക്കന്മാരായ ഇസ്രായേൽ പുരുഷന്മാരെയും യോശുവയെയും മണ്ടന്മാരാക്കുവാൻ ഗിബെയോന്യർക്കു വേണ്ടിയിരുന്നത് വെറും പഴയ ചാക്കുകൾ, കീറിയതും തുന്നിക്കെട്ടിയതുമായ തുരുത്തികൾ, കണ്ടം വെച്ച ചെരുപ്പ്, പഴകിയ വസ്ത്രം, പൂത്ത കുറെ കുബൂസും പിന്നെ സംശയം തോന്നാത്ത വാചകസ്തും. ഹോ, എന്തോരു ടേസ്റ്റ്! ഈ സ്മോക്ക്ഡ് കുബൂസ് ഇനിയും എവിടെ കിട്ടും? നോ പ്രോബ്ലം, യു സ്റ്റേ വിത്ത് അസ്. ഗിബെയോന്യർ ആശ്വാസത്തിന്റെ ദീർഘശ്വാസം വിട്ടുകൊണ്ട് ചിരി ഉള്ളിലൊതുക്കി കാണും. രസകരമായ ഈ സംഭവം വായിക്കുക യോശുവ 9. മിടുക്കന്മാർ മണ്ടന്മാരാകുവാൻ കേവലം ചില വികല നിമിഷങ്ങളോ യഹോവയോട് ആലോചന ചോദിക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ മതിയാകും. മിടുക്കന്മാർ മണ്ടന്മാരാകുമ്പോൾ മണ്ടന്മാർ മിടുക്കന്മാരാകുന്നത് സ്വാഭാവികം. കൗശലബുദ്ധിയും കർമ്മകുശലതയും കൊണ്ട് മിടുക്കന്മാരിൽ അഗ്രഗണ്യനായിരുന്നു യാക്കോബ്. ജ്യേഷ്ഠാവകാശവും അനുഗ്രഹവും എല്ലാം കൈപ്പടിയിൽ ഒതുക്കിയ മിടുമിടുക്കൻ. എന്നാൽ അമ്മായിയപ്പന് ലാബാന്റെ മുന്നിൽ ഒരു മണ്ടച്ചാറ്. ആഗ്രഹിച്ച ഒരു പെൺകുട്ടിക്കു വേണ്ടി 14 വർഷം വെയിലും ശീതവും കൊണ്ട് കഠിനവേല ചെയ്തു ഉറക്കം പോലും നഷ്ടപ്പെടുത്തി അമ്മായിയപ്പന് ലാഭം ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്ന മറ്റൊരാൾ ഭൂലോകത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. കഥ വായിക്കുക ഉൽപ്പത്തി 29. പണ്ട് ആരോ പറഞ്ഞതുപോലെ പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും. അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. മനുഷ്യൻ വിതക്കുന്നതു കൊയ്യുന്നു. മണ്ടന്മാർ മിടുക്കന്മാരാകുന്നത് മിക്കവാറും ദൈവസഹായത്തോടു കൂടിയാണെങ്കിൽ മിടുക്കന്മാർ മണ്ടന്മാരാകുന്നത് സ്വന്തം ആലോചനയിൽ കുടുങ്ങിയാകും. ഇതാ ഒരു കൂട്ട് തങ്ങളുടെ സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരുന്നവർ, ജ്ഞാനികൾ എന്നു സ്വയം ചിന്തിച്ചുകൊണ്ട് മൂഢന്മാരായിത്തീരുന്നവർ, ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നു ഓർത്തു മഹാത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാത്തവർ. റോമർ 2. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. സങ്കീർത്തനം 14:1. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്കു അയ്യോ കഷ്ടം. യെശയ്യാവ് 5:21. സർവജനത്തിലും ഇവനെപ്പോലെ ഒരുത്തനും ഇല്ല എന്ന് മെറിറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശൗൽ അനുതപിച്ചു. ഐ ഹാവ് പ്ലേഡ് ദ ഫൂൾ ആൻഡ് ഹാവ് ബീൻ ടെറബിളി റോങ്. എന്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് ദൈവത്താൽ സാക്ഷ്യം വെച്ച ദാവീദ് പ്രാർത്ഥിച്ചു. ഗോഡ്, യു നോ മൈ ഫൂളിഷ്നെസ് ആൻഡ് മൈ സിൻസ് ആർ നോട്ട് ഹിഡ് ഫ്രോം യു. ശലോമോനോ സ്വന്തം വിവേകത്തോടു പോലും അനുസരണം കാണിക്കാതെ ഒരു വലിയ സത്രീജനക്കൂട്ടത്തെ ഭാര്യമാരായി സമ്പാദിച്ചു. കാരണം അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. Solomon was a wise man with the failed temptations with the regard to women. ഗലാത്യ സഭകളോട് അപ്പോസ്തലനായ പൗലോസ് തുറന്നടിച്ചു. O foolish Galatians, who has bewitched you? Are you so foolish, having begun by the Spirit, are you now made perfect by the flesh? എന്നും എല്ലായ്പ്പോഴും മിടുക്കന്മാരായിരുന്നവരോ മണ്ടന്മാരായിരുന്നവരോ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. Someone rightly quipped, every man is a damn fool for at least 5 minutes every day. Wisdom consists in not exceeding the limit.
പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു, See then that you walk circumspectly, not as fools, but as wise. Ephesians 5:15. The basic meaning of Latin root word circumspicer is to look around. The prefix circum means around, and the Latin root word circ means ring, plus spec means to look. Circumspect implies a careful consideration of all circumstances and a desire to avoid mistakes and bad consequences. ചുരുക്കി പറഞ്ഞാൽ, നിനക്കു തന്നെ നീ ജ്ഞാനിയായി തോന്നാതെ നാലുപാടും വളരെ ശ്രദ്ധിച്ചു നോക്കി, വരും വരാഴികൾ ചിന്തിച്ചു മനസ്സിലാക്കി, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടു വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. മണ്ടന്മാരാകാതെ മിടുക്കന്മാരായി. Best wishes from Mupirchal.